അന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, എടി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരിടത്ത് കൂടിയാലോ എന്ന്. അത് കേൾക്കേണ്ട താമസം ഞാൻ നേരെ ചെന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ്. അവിടെ പോയിട്ട് കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാണ്ട് കുക്കിങ്ങൊക്കെ തുടങ്ങി. ഒരുത്തി പ്രഗ്നൻ്റാണ്, അപ്പോൾ അവൾക്ക് രാത്രി വിശക്കുന്നുണ്ട്, അവളെ പേരിൽ ഞങ്ങളും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറേ നേരം നിന്ന് കളിച്ച് കുക്കിങ്ങൊക്കെ ചെയ്തു. കുക്കിംഗ് ചെയ്യുന്ന പേര് ഞങ്ങൾ കളിയും ചിരിയും ഭയങ്കര, കാരണം എത്രയോ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കൂടുന്നത്. അങ്ങനെ എല്ലാവരും കളിയും ചിരിയും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ കുക്കൊക്കെ ചെയ്തു. അവൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അവളെ ഹെൽപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ കളിച്ച് ചിരിച്ച് അവിടെ നിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. അപ്പോൾ വിചാരിച്ചു പ്ലേറ്റ് എടുത്ത് വെറുതെ എന്തിനാ, കഴുകാൻ മടിയല്ലേ, പ്ലേറ്റ് എടുക്കണ്ടെന്ന് വെച്ച് പുറത്ത് ഒരു വാഴയിലയും മുറിച്ചുകൊണ്ടുവന്നു. വാഴയിലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ 3 പേരും കൂടെ വാഴയിലയിൽ വെച്ചിട്ട് കഴിച്ചു. പണ്ട് സ്കൂളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച ഓർമ്മ ഞങ്ങൾക്കുള്ളൂ. ഇപ്പോഴാണ് ഞങ്ങൾ വീണ്ടും എല്ലാവരും നമ്മൾ മൂന്നും കൂടെ ഒന്നിച്ച് വീണ്ടും ഇരുന്ന് കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഫേസ് പാക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഒരുത്തി പറഞ്ഞു, എന്നും ഞങ്ങൾ ചെയ്യുന്ന ഒരു ഫേസ് പാക്കുണ്ട്, അത് ഞങ്ങൾക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ് അതൊക്കെ ഇട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് കളിച്ച് ചിരിച്ചൊക്കെ നിന്നു. അവസാനം കിടക്കാനുള്ള ടൈമായപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് കള്ളനും പോലീസും എല്ലാം കളിക്കാമെന്ന് വിചാരിച്ച് കള്ളനും പോലീസും എല്ലാം കളിച്ച് ഭയങ്കര കളിയും ചിരിയും എന്തൊക്കെ കളിച്ച് നമുക്ക് പോലും അറിഞ്ഞിട്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടൊരു 1:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എങ്കിൽ കിടക്കാം. അവൾക്ക് ക്ഷീണം വന്നതുകൊണ്ട് നമ്മൾ എങ്കിൽ നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ അവളെ ഞങ്ങൾ അപ്പുറത്താണ് കിടത്തിയത്. പക്ഷേ തിരിച്ച് നമ്മളടുത്ത് തന്നെ വന്നു അവൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.